കുതിർക്കേണ്ട, രാത്രി അരച്ച് വെക്കേണ്ട, 30 മിനിറ്റിൽ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് സമയം കളയാറുണ്ടോ? എങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കായിട്ടാണ്. ബാക്കി വന്ന ചോറും ആട്ടപ്പൊടിയും കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. നമ്മുടെ കൈവശമൊക്കെ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ആ ചോറ് എടുത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ഇത് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ബാറ്റർ ഞാനിതാ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുലുക്കി എടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ കോരി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ നന്നായിട്ട് തന്നെ ബബിൾസ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്ത് കൂടി എടുക്കാവുന്നതാണ്. നല്ല മൊരിഞ്ഞ അപ്പമൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് 2 വശവും ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതേ രീതിയിൽ അപ്പം തയ്യാറാക്കി നോക്കിയവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. തേങ്ങാ ചട്നിക്കും ചമ്മന്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് തന്നെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല ചാറോട് കൂടിയ കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ഒന്നുകൂടി കറി നന്നായിരിക്കും. ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറി കൂടി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.